എക്കാലത്തെയും വലിയ വിസ്മയങ്ങളിൽ ഒന്നായിരുന്നു ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ദൃശ്യം. 2013 തിയേറ്ററുകളെ ഇളക്കിമറിച്ച ആ സിനിമ അതിൽ അഭിനയിച്ച താരങ്ങൾക്കെല്ലാം വലിയൊരു ബ്രേക്കാണ് നൽകിയത്. പ്രത്യേകിച്ച് ജോർജ് കുട്ടിയുടെ മൂത്ത മകളായ അഞ്ജുവിനെ അവതരിപ്പിച്ച അൻസിബ ഹസന്. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരൊറ്റ രാത്രി കൊണ്ട് തരംഗമായി മാറിയ നടിയാണ് അൻസിബ ഹസൻ. അത്രയും മികച്ച പ്രകടനമാണ് അൻസിബ കാഴ്ചവെച്ചത്. എന്നാൽ ആ ഹിറ്റിന് ശേഷം ദൃശ്യം 2 വരുന്നത് വരെ അൻസിബയെ പിന്നീട് വലിയ പ്രൊജക്ടുകളിൽ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാണ് ദൃശ്യം പോലൊരു മെഗാ ഹിറ്റിന് ശേഷം അൻസിബയ്ക്ക് 4 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നത്? ഇവിടെയാണ് മലയാള സിനിമയിലെ ആ പഴയ ലോബിംഗ് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. അൻസിബയെ സിനിമയിലെ ചില വൻ സ്രാവുകൾ ചേർന്ന് ഒതുക്കിയതാണോ, അതോ അൻസിബയ്ക്ക് സിനിമകൾ വരാത്തതിന് പിന്നിൽ മറ്റു വല്ല കാരണങ്ങളുമുണ്ടോ? ഈ വിഷയത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങൾ. മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലോബി പ്രവർത്തിക്കുന്നത് ഇന്ന് പരസ്യമായ രഹസ്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നമ്മൾ കേട്ടതുമാണ്. കഴിവുള്ള പലരെയും ചില താല്പര്യങ്ങളുടെ പുറത്ത് മാറ്റി നിർത്താറുണ്ട് എന്നത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ദൃശ്യം റിലീസ് ചെയ്തതിനു ശേഷം അൻസിബയിലേക്ക് വൻ സംവിധായകരുടെ പ്രൊജക്ടുകൾ വരേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ ഇൻഡസ്ട്രിയിലെ ചിലരുടെ അദൃശ്യ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം പല സിനിമാ പ്രേമികളും അക്കാലത്ത് തന്നെ ഉയർത്തിയിരുന്നു. സാധാരണയായി ഒരു നടി ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ ഒതുക്കാൻ ചില തരം താണ കളികൾ സിനിമാ മേഖലയിൽ തന്നെ നടക്കാറുണ്ട്. തീയതിയില്ലെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ പ്രതിഫലം കൂടുതലാണെന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. അൻസിബയുടെ കാര്യത്തിലും ഇത്തരമൊരു ഷാഡോ ബാൻ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റൊരു വശവുമുണ്ട്. അൻസിബയുടെ സ്വന്തം തീരുമാനങ്ങളും ഈ ഇടവേളയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വിശ്വസനീയമായ വിവരം. ദൃശ്യം എന്ന ചിത്രത്തിന് ശേഷം തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും ഒരേ ടൈപ്പുള്ളവയായിരുന്നുവെന്ന് അൻസിബ തന്നെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ മകൾ എന്ന ഇമേജിൽ മാത്രം ഒതുങ്ങിപ്പോകാൻ ആ നടി ആഗ്രഹിച്ചിരുന്നില്ല. ഒരുപോലെയുള്ള കരച്ചിലും പിഴിച്ചിലും നിറഞ്ഞ വേഷങ്ങൾ തുടർച്ചയായി ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നതാണ് വിവരം. സിനിമ കിട്ടാൻ വേണ്ടി ആരുടെയും പിന്നാലെ പോയി യാചിക്കുന്ന പ്രകൃതമായിരുന്നില്ല അൻസിബയുടേത്. സ്വന്തം അന്തസ്സും അഭിമാനവും പണയം വെച്ച് സിനിമ ചെയ്യേണ്ടതില്ല എന്ന ഉറച്ച നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. ഇത് അഹങ്കാരമായി വ്യാഖ്യാനിക്കാൻ നമ്മുടെ സിനിമാ പൊങ്ങച്ചന്മാർക്ക് അധികം സമയം വേണ്ടി വന്നില്ലെന്ന വിവരവും സിനിമാ രംഗത്തെ ചിലർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് സങ്കടപ്പെടുകയല്ല അൻസിബ ചെയ്തത്. അവർ തന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടാനും സിനിമയുടെ സാങ്കേതിക വശങ്ങൾ പഠിക്കാനും അവർ ആ സമയം വിനിയോഗിച്ചു. കേവലം ഒരു നടി എന്നതിലുപരി സിനിമയെ മൊത്തത്തിൽ നോക്കിക്കാണാൻ അൻസിബയ്ക്ക് കഴിഞ്ഞു. ഇതിന്റെ ഫലമായാണ് അവർ അല്ലു ആൻഡ് അർജുൻ എന്ന പേരിൽ ഒരു ലഘുചിത്രം സംവിധാനം ചെയ്തത്. പിന്നീട് തമിഴിലും മലയാളത്തിലുമായി ചില ചെറിയ പ്രൊജക്ടുകൾക്ക് പിന്നിൽ അവർ പ്രവർത്തിച്ചു. ഒരു സ്ത്രീ സിനിമ സംവിധാനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നേരിടേണ്ടി വരുന്ന വിവേചനങ്ങൾ ചെറുതല്ല. ഒരുപക്ഷെ അഭിനയത്തെക്കാൾ സംവിധാനത്തോട് താല്പര്യം കാണിച്ചതും പ്രധാന സിനിമകളിൽ നിന്ന് അവർ അകന്നുപോകാൻ കാരണമായിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ദൃശ്യത്തിന് ശേഷം അൻസിബ അഭിനയിച്ച ചില തമിഴ് മലയാളം സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ഒരു നടിയുടെ കരിയർ ഗ്രാഫ് ഉയരണമെങ്കിൽ തുടർച്ചയായ വിജയങ്ങൾ അനിവാര്യമാണ്. വലിയ ബാനറുകളുടെയോ വലിയ സംവിധായകരുടെയോ സിനിമകൾ അൻസിബയ്ക്ക് ലഭിച്ചില്ല. ചെറിയ ബജറ്റ് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന തിയേറ്റർ റിലീസും പബ്ലിസിറ്റിയും കുറവായിരിക്കും. ഇത് പ്രേക്ഷകർക്കിടയിൽ അൻസിബ എവിടെ പോയി എന്ന ചോദ്യം ഉയരാൻ കാരണമായി. സിനിമയിൽ ഗോഡ് ഫാദർമാർ ഇല്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാനും വലിയ പാടാണ്. അൻസിബയ്ക്ക് വേണ്ടി സംസാരിക്കാനോ അവരെ വലിയ പ്രൊജക്ടുകളിലേക്ക് ശുപാർശ ചെയ്യാനോ മലയാള സിനിമയിൽ ആരും ഉണ്ടായിരുന്നില്ല. കഴിവ് മാത്രം നോക്കി വേഷം കൊടുക്കുന്ന കാലം എന്നേ കഴിഞ്ഞുപോയി എന്ന അവസ്ഥയാണ് മലയാള സിനിമയിൽ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 2021 OTT പ്ലാറ്റ്ഫോമിലൂടെ ദൃശ്യം 2 റിലീസ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്തേക്കാൾ ഗംഭീരമായ പ്രകടനമാണ് അഞ്ജു എന്ന കഥാപാത്രത്തിലൂടെ അൻസിബ വീണ്ടും കാഴ്ചവെച്ചത്. ആ കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്ന് താരം തെളിയിച്ചു. ഒതുക്കാൻ നോക്കിയവരുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു ദൃശ്യം 2-ന്റെയും 3-യുടെയും വിജയം. ജീത്തു ജോസഫ് എന്ന സംവിധായകൻ അൻസിബയിലുള്ള വിശ്വാസം കൈവിട്ടില്ല.
ജോർജ് കുട്ടിയുടെ കുടുംബത്തിലെ ആ പഴയ ഭയവും ട്രോമയും പേറുന്ന മകളെ അൻസിബ ഹസൻ മനോഹരമായി തന്നെ സ്ക്രീനിൽ എത്തിച്ചു. ദൃശ്യം 2 ശേഷം അൻസിബയോടുള്ള ഇൻഡസ്ട്രിയുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. വീണ്ടും അവർ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മികച്ച വേഷങ്ങൾ ചെയ്താൽ ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിന്റെ തെളിവായിരുന്നു അത്. ദൃശ്യം 3യിലും അൻസിബ മിന്നിത്തിളങ്ങി. ഇങ്ങനെ അഭിനയ ഗ്രാഫിൽ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതിനിടെയാണ് ഈ യുവ അഭിനേത്രിയെ തകർക്കാൻ ചരടുവലികൾ തുടങ്ങിയത്.